ഹലോ ഫ്രണ്ട്സ്, എബി ബ്രോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ആണ്, പുറത്തൊന്നും പോയി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളെ വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് എല്ലാം പരാതി പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിറ്റുവിൻ്റെ വീട്ടിലാണ്. നമ്മുടെ ബിറ്റുവിൻ്റെ വണ്ടി RC 125ൻ്റെ ചെയിൻ ലൂബ് എങ്ങനെ ചെയ്യാം, വീട്ടിലിരുന്ന് എങ്ങനെ ചെയിൻ ലൂബ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോണത്. നമ്മളെ ബിറ്റു ഇവിടെ നിൽപ്പുണ്ട്. പോളിടെക്നിക് പഠിച്ച ബിറ്റു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ക്ലച്ച് ഇടുമ്പോൾ ഗിയർ അമർത്തണം അല്ലേ? എങ്ങനെ ചെയ്യുന്ന രീതികളെല്ലാം നമുക്ക് കാണിച്ചു തരും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇത് വളരെ ലോ കോസ്റ്റ് രീതിയിലുള്ള ഒരു ചെയിൻ ലൂബിംഗ് ആണ്. അപ്പം നമ്മളിവിടെ ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡോ അല്ലെങ്കിൽ ലൂബ് ചെയ്യാനുള്ള ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ജസ്റ്റ് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പലർക്കും തോന്നുമായിരിക്കും ഇത് തെറ്റായിട്ടുള്ള രീതിയാണെന്നോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ലൈഫ് കുറയും, വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പലരും വന്ന് ചിലപ്പോൾ കമൻറ്റ് ചെയ്യായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇത് വളരെ എഫക്റ്റീവാണ്. ഒരു പ്രോബ്ലം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ മാത്രമല്ല, എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ 180ൽ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയിൻ ലൂബ് ചെയ്യുന്നത്. ആൾക്കും വളരെ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെയിൻ ലൈഫിനേക്കാൾ കൂടുതൽ പുള്ളിക്ക് ആ വണ്ടിക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പലരും വന്ന് പറഞ്ഞേക്കാൻ തള്ളാണെന്ന്, പക്ഷേ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ 180 ഇപ്പോൾ 8 വർഷമായിട്ട് ആൾ യൂസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ 44,000 കിലോമീറ്റർ ആ വണ്ടി ഓടി. പുള്ളി ഏകദേശം 500 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വീട്ടിൽ വെച്ച് ഈ രീതിയിൽ തന്നെയാണ് ചെയിൻ ലൂബ് ചെയ്യുന്നത്. ഇതുവരെ 44,000 കിലോമീറ്ററിൽ ആൾ ചെയിൻ മാറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെയിൻ അഴിയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പുള്ളി സിംഗിൾ യൂസ് ആണ്, വേറെ ഒരു റഫ് യൂസും കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയിൻ ലൂബ് ചെയ്തിട്ട് മോശം എക്സ്പീരിയൻസുകളൊന്നും ഇതുവരെ ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു അലങ്കി യൂസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒരു സംഭവം ഇളക്കണം. ഈ ഒരു കവർ ഇളക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അഴുക്കും കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു ഫ്രണ്ട് പീസിൽ ഈ ഒരു അലങ്കി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ ഹെഡിൻ്റെ സ്പാനർ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഈ ഒരു നട്ടുകൾ കൂടെ ലൂസ് ചെയ്ത് കൊടുക്കുക. ടീ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് ഇളക്കാനായിട്ട്. ഇതിൽ ടീ ഇല്ല. നട്ടെല്ലാം ഇളക്കി എടുത്തപ്പോൾ ഇതിനകത്ത് നോക്കണം, ഏറ്റവും കൂടുതൽ സ്ലഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് ക്ലീൻ ചെയ്യണം നിർബന്ധമായിട്ട്. ഓക്കെ, ഇത് കണ്ടോ? അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒരു കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ഇതൊക്കെ ഈ അഴുക്കൊക്കെ ഒന്ന് കുത്തി ഇളക്കി കളയുക. ഇങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രഷ് എടുക്കുക. വലിയ ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും എടുക്കണ്ട. ചെറിയൊരു ബ്രഷ് നമ്മളൊന്ന് ഈ ഡീസലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഈ അഴുക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീസൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ബ്രഷ് എടുക്കുക. ഒരുപാട് വലിയ ഹാർഡ് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തേച്ചൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്രണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഈ ചെയിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്തു കൊടുക്കും. ഫ്രണ്ട്സ്, നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയറിലിട്ട് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്ത് കൈയൊക്കെ ഇടയ്ക്ക് പോയി ഒരുപാട് ഡേഞ്ചർ, വിരലിനൊക്കെ മുറിവ് പറ്റുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്ന കേസുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഇനി ഒരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതെല്ലാം നന്നായി തുടയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ട്രൈ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലൂബ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഓയിലാണ്. അപ്പോൾ നമ്മൾ പാർട്സുകളെല്ലാം മേടിക്കാൻ കിട്ടും. ഈ സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 90ൻ്റെ ആണെന്ന് തോന്നുന്നു, 90ൻ്റെ ഗിയർ ഓയിലാണ്. അപ്പം ഇത് വെച്ച് നമുക്ക് ലൂബ് ചെയ്യാം. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ നോർമൽ ലൂബ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെയ്താൽ മതി.
നമുക്ക് ഈ ഫ്രണ്ടിലെ ക്യാപ്പ് തിരിച്ചു വെച്ച് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി തരിക. ഓക്കെ, അതുവരേക്കും സൈനിങ് ഓഫ് ബേബി പ്രോസ്.